മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ശബരിമലയിലെ ആകെ വരുമാനം 440 കോടി രൂപ. വരുമാനത്തിൽ മുൻ വർഷത്തേക്കാൾ 80 കോടി രൂപയുടെ വർധനയുണ്ടായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. 53 ലക്ഷം പേരാണ് ഇത്തവണ മല ചവിട്ടിയത്. റോപ്പ് വേ പദ്ധതിയിലെ സംയുക്ത പരിശോധനകൾ പൂർത്തിയായതായി ദേവസ്വം മന്ത്രി വ്യക്തമാക്കി. ശബരിമലയിൽ 2 മാസത്തിലധികം നീണ്ടുനിന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം സമാപിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചതിലും മികച്ച നേട്ടമാണ് വരുമാനത്തിലുണ്ടായത്. തീർത്ഥാടന കാലയളവിലെ ദേവസ്വം ബോർഡിന്റെ ആകെ വരുമാനം 440 കോടി രൂപയാണ്. വരുമാനത്തിൽ മുൻ വർഷത്തേക്കാൾ 80 കോടി രൂപയുടെ വർധനവുണ്ടായി. ആകെ വരുമാനത്തിൽ 192 കോടി രൂപയാണ് അരവണ വിൽപ്പനയിലൂടെ കിട്ടിയത്. അതോടൊപ്പം കാണിക്ക ഇനത്തിൽ ഇത്തവണ 126 കോടി രൂപ ലഭിച്ചു. നാണയം പൂർണ്ണമായും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞതാണ് ഇത്തവണത്തെ വലിയ നേട്ടം. ആകെ 52.48 ലക്ഷം തീർത്ഥാടകർ ശബരിമലയിൽ ദർശനത്തിനെത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 6 ലക്ഷം തീർത്ഥാടകരാണ് കൂടുതലായി എത്തിയത്. കഴിഞ്ഞ വർഷത്തെ പോരായ്മകൾ മുൻകൂട്ടി പരിഹരിച്ചെന്നും പരിചയസമ്പന്നരായ പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് പ്രധാന ഘടകമായി മാറിയെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ഏതാണ്ട് 68 ദിവസക്കാലം നീണ്ടുനിന്ന തീർത്ഥാടനമാണ് മണ്ഡല കാലഘട്ടത്തിലും മകരവിളക്ക് കാലഘട്ടത്തിലുമായി ശബരിമലയിൽ നടന്നത്. ആകെ എത്തിച്ചേർന്ന ഭക്തർ 53,09,906 പേര്. 6,32,308 പേരാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതലായി തീർത്ഥാടകർ എത്തിച്ചേർന്നത്. നമുക്ക് വരുമാനമെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം 360 കോടി രൂപയായിരുന്നു. ഈ വർഷം 440 കോടി രൂപ വന്നിരിക്കുന്നു. അപ്പോൾ 80 കോടി രൂപ അധികം വന്നിരിക്കുന്നു പിന്നിട്ട വർഷത്തേക്കാൾ. പക്ഷേ ഇത്രയും ആളിൽ വന്നിട്ടും അവിടെ ക്രൗഡ് മാനേജ്മെൻറ്റ് വളരെ ഫലപ്രദമായി നിർവഹിക്കാൻ പോലീസിന് കഴിഞ്ഞത് അവർ കാലകൂട്ടി കണ്ട ചില കാര്യങ്ങളായിരുന്നു. ശബരിമല റോപ്പ് വേ പദ്ധതി നിർമ്മാണത്തിന് മുന്നോടിയായുള്ള സംയുക്ത പരിശോധനകൾ പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു. പ്രായാധിക്യവും അസുഖങ്ങളുമുള്ള തീർത്ഥാടകരെയും റോപ്പ് വേയിൽ പോകാൻ അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തീർത്ഥാടകരിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ളതും ഒപ്പം സിക്കായിട്ടുള്ളവരും ഇപ്പോൾ ഡോളി പോകുന്നില്ലേ, ആ പോകുന്നത് സിക്കായിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് കയറാൻ പറ്റില്ലാത്ത ആളുകളാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ അനുമതി തന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. അതുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും. ഒന്ന് ചരക്ക് ഗതാഗതമാണ് മെയിൻലി. ഇപ്പോൾ പോകുന്ന ട്രാക്ടറിൻ്റെ പുകയത്ര, അവിടെ കയറി വരുന്നവർ അനുഭവിക്കുന്ന പൊല്യൂഷൻ്റെ പ്രശ്നം, അത് പൂർണ്ണമായി നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു നേട്ടം. ശബരിമല തീർത്ഥാടന സീസൺ കാലയളവിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബന്ധപ്പെട്ട വകുപ്പുകളെ ദേവസ്വം മന്ത്രി തിരുവനന്തപുരത്ത് ആദരിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.